ഗൈസിലെ പെഞ്ചിട്ട് പറ്റിയിട്ട് കാച്ചി വിളിച്ചോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ്, നമ്മുടെ ഫസ്റ്റ് ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനൊരു പ്രാങ്ക് കൊടുക്കുമ്പോഴാണ്. പ്രാങ്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ അവൻ്റെ സൈക്കിളിൻ്റെ ഡിസ്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് കംപ്ലയിൻ്റ് ആയി. അപ്പോൾ അത് നമ്മൾ ഇവിടെ അടുത്തൊരു കടയിൽ ജംഗ്ഷനിൽ ഒരു കടയിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയൊരു നമ്മുടെ ചൂയിങ് ഗം ഉണ്ടല്ലോ, ബൂമറോ സെൻറ്റർ ഫ്രഷോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ അവൻ്റെ സൈക്കിളിൻ്റെ പെഡലിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. പക്ഷേ ഒരു കുഴപ്പമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചവിട്ടി നമ്മൾ സംഭവം കറക്കുമ്പോഴത്തേക്കും ഏത് സെക്ഷനിലാണോ അവൻ കറക്കുന്നതെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 സെക്ഷനിൽ ലെഫ്റ്റ് ലെഗിലെ 2 പെഡലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ബബിൾ ഗം വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാവും അവൻ്റെ റിയാക്ഷൻ എന്നുള്ളത് നമുക്കറിയില്ല. ക്യാമറ ചില സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതിൻ്റെ സാഹചര്യം അവൻ പോലും അറിയാതെയാണ് നമ്മളത് റെക്കോർഡൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും വ്ളോഗാന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും. അപ്പോൾ അവന് സർപ്രൈസ് ആയിക്കോളും. അവൻ പകുതി എത്തുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കളി നിർത്തുകയാണെങ്കിൽ സർപ്രൈസ് പൊളിയും. അല്ല, കറക്റ്റ് ആവുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ നാളെ വന്നിട്ടായിരിക്കും അവൻ അറിയണത് അവൻ്റെ കാലിൽ ബബിൾ കൊട്ടിയിരിക്കുന്ന കാര്യം. അപ്പോൾ അവൻ്റെ റിയാക്ഷനൊക്കെ റിയാക്ഷൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തരും. ബാക്കി കാണിച്ചില്ലെങ്കിൽ റിയാക്ഷനൊക്കെ എന്തായാലും കാണിച്ചു തരും. കാരണം മെയിൻ റോഡായതുകൊണ്ട് ക്യാമറ എനിക്ക് സൈക്കിളിലും കൂടെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കഴിയുന്നത്ര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്, ബട്ട് നല്ല വെയിലുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഒരു 4 മണി 4:15 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങും. അപ്പോൾ എൻ്റെ സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ട് ഇതാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ ഫസ്റ്റ് സൈക്കിള്. അപ്പോൾ ഗൈസ്, അവൻ്റെ സൈക്കിള് ഏകദേശം അവരെ ഡിസ്കൊക്കെ ഇളക്കിയിട്ട് അത് കഴുകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു ടൈം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ കറക്റ്റ് ടൈമായിരിക്കും, ഒരു 4:15 4:30. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും 4:15 ആകുമ്പോൾ ഇറങ്ങും. എന്തായാലും അവിടെ എത്തുമ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി എത്തുമ്പോൾ ഒരു ഏകദേശം ഒരു 4:30 ഒക്കെ ആവും. അപ്പോൾ അവിടെ എത്തിയിട്ട് പക്ഷേ ഒരു പ്രോബ്ലം നീ എവിടെ കടയിൽ നിർത്തുന്നോന്ന് അവന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വരും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അവന് നോക്കാം. നമ്മളിപ്പോൾ മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. സൈക്കിളൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ്. കാരണം ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങിച്ചതിന് അവന് ഡൗട്ട് അടിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ പോവുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ, ചുട്ടു പറയുന്ന വെയിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതായിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ ചിലപ്പോൾ ഫോണും ക്യാമറയും പിടിച്ചുകൊണ്ട് പിക്കിനാ പണി കിട്ടും. കാരണം ഇവിടെ റോഡ് ചെറിയ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടാത്തതുകൊണ്ട് ഫോൺ ചിലപ്പോൾ കൈ തെളിപ്പോൾ സാധിക്കുന്നുണ്ട്, പുതിയ ഫോണായിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ബബിൾ ഗം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബബിൾ ഗം കാണിച്ചു തരാം. ഇതാണ് അവർ തന്ന ബബിൾ ഗം എന്ന് പറയുന്നത്. സംഭവം കഴിച്ചു നോക്കി, ബബിൾ ഗം തന്നെയാണ്. പക്ഷേ ഇത് ഒട്ടുമോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. പക്ഷേ ഇതെങ്ങനെ ഒട്ടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അവ അറിയാതെ ഒട്ടിക്കണം, അതാണൊരു കൺഫ്യൂഷൻ. അവ അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാടും. അതുകൊണ്ട് അവ അറിയാതെ ഒട്ടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാമല്ലേ. അപ്പോൾ ശരിയെന്നാ, നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് നമ്മുടെ സൈക്കിൾ എടുക്കണം. ഇപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചങ്കപ്രണം ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ സൈക്കിളാണ് ഇന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവനാണ് ഇനി അടുത്തത് നമ്മുടെ സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. സൈക്കിൾ എടുക്കാം. ഇന്ന് അവൻ ഓട്ടിക്കരുതെന്ന് വിചാരിച്ച്, പക്ഷെ ഓട്ടിക്കൂല, അത് വേറെ കാര്യം. നമ്മൾ അവിടെ എത്തണ വരെ ഉരുട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവിടെ എത്തണ വരെ എന്തായാലും ഉരുട്ടേ ഉള്ളൂ, വേറെ ചെയ്യില്ല. ക്യാറ്റ് ഞാൻ അടങ്ങി പട്ടിപ്പണി വീണ് ക്യാറ്റൊക്കെ എന്നെ ഏൽപ്പിച്ച്. എന്തിരി ഉരുട്ടിടാൻ കൊണ്ട് രാവിലെ നടക്കാനാ പോവാണ്. സൈക്കിൾ പൊട്ടിക്കുന്നു. വീഴോ? ഉറപ്പാണോ? ഗിയർ ആദ്യമായിട്ടാണ് ഓടിക്കണേ? രണ്ടാമതാണോ? ഗൈസ്, റൊണാൾഡോ ഫാനാണ്. ഞാനും റൊണാൾഡോ ഫാനാണ് ഗൈസ്. ഇതുവഴി തിരുമല കൂടെ പോവാം. ഇതുവഴിയും പോവാല്ലോ.
ശരിയെങ്കിൽ പിന്നെ അപ്പോൾ കിടക്കും. നമ്മൾ എന്താ നടക്കുകയാണ്. നമ്മുടെ സൈക്കിൾ വർക്ക്ഷോപ്പ് എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമല ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്പീഡ്സ് എന്ന് പറയുന്ന കടയിലാണ് നമ്മൾ നമ്മുടെ സൈക്കിൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊടുത്ത രാവിലെ 10 മണിക്കാണ്. അപ്പോൾ ഇപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് വന്നോളാൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രാങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എന്താ പറയുക ഒരു വ്ളോഗ് എടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ ആദ്യം ആ സ്പീഡ്സ് എന്നാണ് കടയിൽ പോകണം. എന്നാലും പ്ലാൻ അവിടെ വെച്ച് എങ്ങനെ അവൻ്റെ പെടലിൽ ഒട്ടിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ മൊബൈൽക്കൊക്കെ ചവച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കണം, നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ എന്താ പറയുക സൈക്കിൾ പെടലിൽ ഒട്ടിച്ചേ പറ്റൂ. പക്ഷെ നടക്കാൻ കുറച്ച് ദൂരമുണ്ട് കഴിച്ച്. നമ്മൾ ഏകദേശം എത്താറായി. തളർന്ന് കഴിച്ച് ഇവിടെ ഇവനെ എഴുതിക്കൊണ്ട് സീറ്റിലിരുത്തിക്കൊണ്ട് ഞാൻ ചവിട്ടി കഴിച്ചു. പക്ഷേ പേടിയായിരുന്നു, കുറച്ച് ടാസ്ക്കായിരുന്നു. നെഞ്ചിരിപ്പ് ഇപ്പോഴും മാറില്ല. അയ്യോ. അപ്പോൾ കഴിച്ച് നേരെ കയറി കഴിഞ്ഞാൽ തിരുമല ആണ്. അപ്പോൾ കഴിച്ച് നമ്മൾ എത്തി. പൈസ നേരെ കാണുന്ന ജിത്തു ജോജിയുടെ അടുത്തുള്ള പൈസ സൈക്കിളൊക്കെ ഇതായിരിക്കുന്നു. ഇതായിരുന്നു സൈക്കിള്. നമ്മുടെ സൈക്കിൾ ഇതാ നമുക്ക് കിട്ടി. അപ്പോൾ ഇതായിരുന്നു സൈക്കിൾ. എന്താ പറയുക, പുതിയ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തു ഗൈസ്. പയ്യൻ ഇപ്പം കിടക്കാച്ചിയായി. പുതിയ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ പ്ലാനും ചെറുതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടുത്തൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഇതാ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ നമ്മുടെ പ്ലാൻ പോലെ നമ്മൾ ബബിൾക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല അപ്പോൾ ഗൈസ് എമൗണ്ടൊക്കെ സെറ്റിലായി. ഓൺലൈൻ വഴി ട്രാൻസാക്ഷനൊക്കെ നടത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇറങ്ങാൻ പോകണം അല്ലേ. നമ്മളിപ്പോൾ അവിടെ പോയി. ഇപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ഏകദേശം വർക്കൗട്ട് ആവാറായിരിക്കണം സമയമാണ്. സൈക്കിൾ എവിടെ വെച്ചിരിക്കുന്നു? മറ്റേ ബാഗിൽ. അപ്പോൾ നമുക്ക് നേരെ സൈക്കിൾ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകണം. പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ പ്ലാനൊക്കെ ഏകദേശം വർക്കൗട്ട് ആവാറായി. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് വരുന്നതാണ്. പ്ലാനൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. നമ്മുടെ പയ്യൻ കണ്ടു നമ്മുടെ പ്ലാൻ പാളീസായി കൈ. വേറൊന്നുമല്ല, അവൻ സൈക്കിൾ പിടിച്ചപ്പോൾ തന്നെ അവൻ നമ്മുടെ ബബിൾഗം കണ്ടു. അവൻ എടുത്ത് തോട്ടി കളഞ്ഞു കഴിച്ചു. നമ്മൾ 4 രൂപ പോയി കിട്ടി. അപ്പോൾ ഗൈസ് ഈ പ്രാങ്ക് പോലീസായി. കുഴപ്പമില്ല ഗൈസ്, അടുത്ത പ്രാങ്ക് വെച്ച് വീണ്ടും വരുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രാങ്ക് കുളമായില്ലെങ്കിലും വീഡിയോ ഇടുന്നതാണ്. ഈ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജിത്തു സ്കേഷൻ സൈനിങ് ഔട്ട്.